നമ്മൾ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത്. വന്ന് കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമില്ല, വരാതെ നോക്കുന്നത് നമ്മുടെ ഓരോ. ബിജു സോപാനവും നിഷ സാരംഗും തമ്മിൽ എന്താണ് പ്രശ്നം? പീഡന കേസ് കൊടുത്തത് നിഷ തന്നെയാണോ? കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില സംശയങ്ങൾക്കാണിപ്പോൾ ഒരു മറുപടി നടി നിഷ സാരംഗ് കഴിഞ്ഞ ദിവസം തന്നത്. ഉപ്പുമുളകിലെ പീഡന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നടി ബിജു സോപാനത്തെ ഇൻസ്റ്റാഗ്രാം അൺഫോളോ ചെയ്തപ്പോഴും ഇരുവരും തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളാകുമെന്നും ഒരിക്കലും പരാതി നൽകിയത് നിഷയാകില്ല എന്നൊരു സംസാരവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം നിലംപരിശാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം നിഷ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം, കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത്. ഈ പോസ്റ്റിൽ നിന്നും തന്നെ ഇത് ബിജു സോപാനത്തിന് വേണ്ടിയുള്ള പോസ്റ്റാണെന്നും ഇരുവരും തമ്മിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പുറത്തു വരുന്ന വാർത്ത. കഴിഞ്ഞ ദിവസം നിഷ വിവാഹിതയായെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ നിഷയുടെ പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകളാണ് ഇപ്പോൾ സംസാര വിഷയം. ഉപ്പുമുളകിൽ നിന്നും ചാടാനുള്ള ഒരു കാര്യമുണ്ടാക്കി ഇനി തന്റെ സ്ഥാനത്തേക്ക് ആരും വരാതിരിക്കാൻ ബിജുവിനെ പെണ്ണുപിടിയനാക്കി. കൊള്ളാം ഐഡിയ. അതുകൊണ്ട് ഉപ്പുമുളകും പഴയതിനേക്കാൾ നന്നായി പോകുന്നു. പുതിയ പുതിയ കണ്ടന്റുമുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ദോശയും കട്ടൻ ചായയും അടുക്കളയും മാത്രമായിരിക്കും. വേറൊരു കമന്റ് ഇങ്ങനെയായിരുന്നു: 9 വർഷമായില്ലേ, അഭിനയമായിരുന്നെങ്കിലും ജീവിക്കുകയായിരുന്നില്ലേ, അതിനെ നമ്മൾ സന്തോഷത്തോടെയും അംഗീകരിച്ചു. പരസ്യമായി നിലപാടെടുക്കാൻ ബാലുവിനും ചില പ്രതിസന്ധികൾ കാണുമെന്നും വിചാരിക്കുന്നു എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. എന്നാൽ പലരും നിഷ ബിജുവിനെ കുടുക്കിയതാണെന്നും മറ്റെന്തോ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ കമന്റുകൾ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.